അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെങ്ത് SWOT അനാലിസിസ് ആണ്. അപ്പോൾ SWOT അനാലിസിസിൽ സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. അതിൽ സ്ട്രെങ്ത് പാർട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻസ് നോക്കണം, അതേപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ല ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, കോപ്പിറൈറ്റ്, പാറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് പോസിറ്റീവ്. ദെൻ ലോ കസ്റ്റമർ കോൺസെൻട്രേറ്റഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദ ലോ കോസ്റ്റ് ആൻഡ് ഹൈ മാർജിൻ, നല്ല പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ഫോർ സച്ച് കമ്പനീസ്. ആൻഡ് ദെൻ സപ്പോർട്ട് ഫ്രം ദ പാരന്റ് കമ്പനീസ്, ദാറ്റ് മീൻസ് ദ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ സപ്പോർട്ട്. ദെൻ നല്ല ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ടാവുക, ഹിസ്റ്ററി, ഒരു നല്ല ഹിസ്റ്ററി ആവുക. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കേസസ് ആണ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് വീക്ക്നെസ്. ഏതൊക്കെയാണ് സ്ലൈറ്റ്ലി, ഏതൊക്കെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പാർട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ഫിനാൻസ് തന്നെയാണ്. സ്ട്രോങ് ഫിനാൻസിന് പകരം വീക്ക് ഫിനാൻസ് ആവുകയാണ്. ഹൈ ഡെപ്റ്റ് ഉണ്ടാവുക, അതേപോലെ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്കൊരു നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. പിന്നെ അതേപോലെ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, ഇയർ ഓൺ ഇയർ ഫിക്സ്ഡ് കോസ്റ്റും റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ഒക്കെ ഇയർ ഓൺ ഇയർ ഇൻക്രീസ് കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്രൂഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രീസിനെയും ബാധിക്കും, ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷന് മാത്രമല്ല. ഇപ്പോൾ പെയിൻറ്റിൻ്റെ നോക്കുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ക്രൂഡ്, നോർമലി നമുക്കറിയാം പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യും, അതിൻ്റെ റോയാണ്. ഇനി ഇതിൽ നിന്ന് തന്നെയാണ് പല സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ പിന്നെ എല്ലാ മാനുഫാക്ചറിങ് കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലേക്കും ഇതുമായി ബന്ധപ്പെട്ട ബൈ പ്രോഡക്ട്സോ ഡയറക്റ്റ് പ്രോഡക്ട്സോ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി ദ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ഇഷ്യൂ ആണ്. അത് ഇൻക്രീസ് നമുക്ക് ആ ഒരു റോ മെറ്റീരിയൽസ് ഉള്ള കൺട്രോൾ ഒരു പ്രശ്നമാണ് ശരിക്കും. പിന്നെ ലോ മാർജിൻ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡ്യൂ ടു ദി ഹൈ കോമ്പറ്റീഷൻ, കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ അത്തരം ഫാക്ടേഴ്സ്. പിന്നെ ഹയർ കസ്റ്റമർ കോൺസെൻട്രേഷൻസ്, ഒന്നോ രണ്ടോ ബയേഴ്സ് അല്ലെങ്കിൽ കുറഞ്ഞ ബയേഴ്സാണ് നമുക്കുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കമ്പനീസിന് ഹൈ പ്രഷറാണ്. പിന്നെ ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിഗ്നിഫിക്കൻറ്റ് ലീഗൽ കേസസ് ആൻഡ് ലാബിലിറ്റീസ്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് VIയുടെ സെനാരിയോ എടുത്ത് നോക്കുന്ന സമയത്ത് VI മാർക്കറ്റിൽ ശരിക്കും പോസിറ്റീവായിട്ട് നിൽക്കേണ്ട കമ്പനിയാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ പാസ്റ്റ് ഡെപ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രസൻ്റ്ലി പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ പോലും കമ്പനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു കമ്പനിയാണ്. അത് അവരുടെ ഷെയർ പ്രൈസിൽ നമുക്ക് റിഫ്ലക്റ്റഡുമാണ്. പിന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ കീ സ്ട്രാറ്റജി ഏരിയാസ്, ദാറ്റ് മീൻസ് ഒരു നല്ല ബാക്കപ്പ് ഇല്ലാത്ത സെനാരിയോസ്. പുതിയ കമ്പനീസ് ഇപ്പോൾ ഓല ഒരു ബെസ്റ്റ് വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്, നല്ല റേഞ്ചുള്ള, നല്ല പെർഫോമിംഗ് ആയില്ല. പക്ഷേ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇല്ലാതെ പോയത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ശരിക്കും അവർക്കൊരു നെഗറ്റീവായിട്ട് വന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നുള്ള പാർട്ടിൽ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ എന്നുള്ളത് ഇതേപോലെ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ദെൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്നുള്ളത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരേ സമയത്ത് ഇതും എക്കണോമി, ടെക്നോളജി, ജിയോഗ്രഫിക്കൽ, മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻസ് എല്ലാം വരും. അപ്പോൾ ഇവിടെ ജസ്റ്റ് അതേപോലെ മാർക്കറ്റിലെ മറ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ തന്നെ നമുക്ക് ഒരേ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, ഒരേ സമയത്ത് അത് നമുക്ക് എന്താവാനുള്ള സാധ്യതയുണ്ട്, ത്രെഡ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഗ്രോത്ത് കാറ്റലിസ്റ്റ് ഇവൻറ്റ്സ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കൊരു കോവിഡിന് ശേഷം തന്നെ EV എന്നുള്ളൊരു സെഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലറിഷ് ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു ബബിൾസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. EV കമ്പനീസ് എല്ലാം തന്നെ നന്നായിട്ട് ഫ്ലറിഷ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതൊരു സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണ്, EV സെഗ്മെൻറ്റ് നന്നായിട്ട് ഗ്രോ ചെയ്യും, ബാറ്ററി മാനുഫാക്ചേഴ്സിന് നല്ലതാണ്, നമുക്ക് വെഹിക്കിൾ യൂസേഴ്സിന് കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈമിൽ അവിടെ നമുക്കൊരു ത്രെട്ടണിങ് ഫാക്ടറും ഉണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായ പല മെറ്റൽസും നമുക്ക് എന്താണ് റയർ മെറ്റൽസ് ഉണ്ട്. ആ റയർ മെറ്റൽസിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ് ഇരിക്കുന്നത് അത് പലപ്പോഴും അത് എന്താണ് ചൈനേനെയോ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിനോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സെനാരിയോ. കൂടുതലും ചൈനേനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. കാരണം മെറ്റീരിയൽസ് പലപ്പോഴും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ അവൈലബിൾ ആവുന്ന സമയത്തും
അത് റിഫൈൻ ചെയ്യാനുള്ള ടെക്നോളജീസും സിസ്റ്റവും കൂടുതലും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചൈനയാണ്. അപ്പോൾ നമുക്ക് ചൈനേനെയൊക്കെ നമുക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജി ആൻഡ് റെഗുലേഷൻ ചേഞ്ചസ് ആണ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവാണ്. ദ സെയിം ടൈമിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ചില ഫേംസിന് നെഗറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. AI ഒരു പോസിറ്റീവ് ആവുന്ന കമ്പനീസും നെഗറ്റീവ് ആവുന്ന കമ്പനീസും നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമുക്ക് മാർക്കറ്റിൽ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻസിനുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ജോഗ്രഫിക്കലി എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്താലും ബാംഗ്ലൂരിലേക്കും അത് പിന്നെ മറ്റ് സിറ്റീസിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ്. പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ. അപ്പം മാർക്കറ്റ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1-2 ആളുകൾ എക്സിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ കൺസോൾട്ടേറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ എയർലൈൻ ഇൻഡസ്ട്രിയിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനൊരു പോസിറ്റീവായിട്ട് കാണേണ്ടതെന്നാണ് ഞാൻ പറയാം. അതിനപ്പുറം നമുക്ക് എക്സ്പാൻഷൻ്റെ സാധ്യതകളാണ് കൂടുതൽ പോസിറ്റീവായിട്ട് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് കൺട്രോൾ ഇല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് വരുന്ന കുറേ പോസിറ്റീവായുള്ള ആസ്പെക്ട്സ് ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് കേരളത്തിൻ്റെ അല്ല നമ്മുടെ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈവേസ് വരിക ഓട്ടോമാറ്റിക്കലി നമ്മളെ ബിസിനസ്സിന് അത് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കും. നമുക്ക് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഒരു 2-3 അല്ലെങ്കിൽ 4-5 hours എടുക്കേണ്ട സാധനം ഒരു 2-3 hours കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പോൾ നമുക്കൊരു എന്ത് ചെയ്യേണ്ട ഷിപ്മെൻറ്റ് ഒരു ഷിപ്പിൽ അയക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നോ പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് കുറേ കൂടെ ഫാസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ അഗ്രികൾച്ചർ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ കൺട്രോളില്ല, പക്ഷേ നമുക്ക് പോസിറ്റീവായ കുറേ ആസ്പെക്ട്സ് നോക്കാം. ദാറ്റ്സ് എ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ സെയിം കേസ് സെർട്ടൈൻ ത്രെഡ്സ് ഉണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ക്ലോസ് ചെയ്ത് പോയ കുറേ ബിസിനസ് യൂണിറ്റ്സ് ഉണ്ട്. കാരണം ഹൈവേയുടെ പണി വളരെ ലേറ്റായി പോകുന്ന സമയം കൊണ്ട് ക്ലോസ് ചെയ്ത് പോയ. പിന്നെ ഹൈവേയിൽ പണി കഴിഞ്ഞപ്പം ഓപ്പണിംഗ് ഇല്ല, കാരണം എവിടെയും ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറേ അധികം ക്ലോസ് ചെയ്ത് പോയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓപ്പണിംഗ് മീൻസ് എന്തുണ്ട്, എക്കണോമിക് മീൻസ് ഇതേപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ത്രെഡ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് എക്കണോമിക് റിസഷൻ ഉണ്ടാവുക, മാർക്കറ്റിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഡിക്ലൈൻ ചെയ്യുക, എക്കണോമിക് ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുക. അതിലൊരു സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ഒരു കൺട്രോളും ഇല്ല, ഒരു കമ്പനിക്ക് കൺട്രോൾ ഇല്ല, പക്ഷേ അതൊരു എക്കണോമിയുടെ ടോട്ടൽ കാര്യമാണ്. അപ്പോൾ അങ്ങനെ സെനാരിയോസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ത്രെട്ടനിങ് ആയിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ്, എക്സ്പീരിയൻസ് ഉള്ള കമ്പനീസിന് ചിലപ്പോൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത, കയ്യിൽ സഫിഷ്യൻ്റ് ആയുള്ള എമൗണ്ട് ഇല്ലാത്ത കമ്പനീസ് അത്തരം സെനാരിയോയിൽ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ റെഗുലേറ്ററി ഹെഡ്വിൻസ്, ദാറ്റ് മീൻസ് സെർട്ടൈൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ബാൻ ചെയ്യുക. അപ്പോൾ അത്തരം അത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബാൻ ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് ലാൻഡ് നോക്കുന്ന സമയത്ത് നമ്മൾ പാഡി ഫീൽഡ്സിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കൺസ്ട്രക്ഷൻസ് പാടുന്നില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ ഫോറസ്റ്റിൻ്റെ ഏരിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ മൈനിങ്ങിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുക. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ റെഗുലേറ്ററി കാര്യങ്ങളാണ്. അത്തരം റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പം കൂടുതൽ പോസിറ്റീവായിട്ട് തരും, ചില സമയങ്ങളിലൊക്കെ അത് നെഗറ്റീവായിട്ട് വരും. പിന്നെ ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ AI വരുന്ന സമയത്ത് കുറേ ആളുകളുടെ ജോബ് പോകാനുള്ള സാധ്യതയും അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം കമ്പ്യൂട്ടറൈസേഷൻ വന്ന സമയത്ത് അക്കൗണ്ട്സ് ഒക്കെ ബുക്കിൽ നോട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, അവർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സിനാരിയോസ് വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ടെക്നോളജി ആരാണോ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരം AI വരുന്ന സമയത്ത് ഏറ്റവും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നൊരു കാറ്റഗറി ആയിരിക്കും നമ്മുടെ BPO ഇൻഡസ്ട്രി. BPO ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സിങ് കമ്പനീസ് ഉണ്ട്. നമുക്ക് കുറേ അധികം നമ്മളെവിടെയൊക്കെ കുറേ അധികം കമ്പനീസ് ഔട്ട്സോഴ്സിങ് കമ്പനീസാണ്. അത്തരം കമ്പനീസിന്
ഇത് ഒരു നെഗറ്റീവായ ആസ്പെക്ട്സ് ആണ്. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് AI യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, സോൾവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കൊരു നെഗറ്റീവായുള്ള ഒരു ആസ്പെക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ പിന്നെ അതേപോലെ തന്നെ ന്യൂ എൻട്രൻസ്. അപ്പോൾ ഒരു സെക്ടറിലേക്ക് പുതിയ കമ്പനീസ് വരിക, അല്ലെങ്കിൽ പുതിയ മിഷനറീസ് വരിക, പുതിയ ടെക്നോളജി വരിക. അപ്പോൾ അതൊക്കെ തന്നെ എന്ത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ത്രട്ടൻ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ സെഗ്മെൻറ്റിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയൊരു റെഗുലേഷൻ, ഒരു പോളിസി ചേഞ്ച് വന്ന സമയത്ത് കുറേ അധികം ബസ് ഓപ്പറേറ്റേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം സ്ത്രീ യാത്രക്കാരികൾക്ക് എന്ത് ചെയ്തു, ഫ്രീ ഓഫ് കോസ്റ്റിന് KSRTC ബസ്സിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അത് ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് കുറേ അധികം പ്രൈവറ്റ്, കാരണം കൂടുതൽ KSRTC ട്രാവൽ ചെയ്യുന്ന, കൂടുതൽ KSRTC വർക്ക് ചെയ്യുന്ന ഏരിയയിലെ പ്രൈവറ്റ് ഓണേഴ്സിനെ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ അത് ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതേപോലെയുള്ള അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി കാരണം വരുന്നതാണ്, ഒരു പ്രൊജക്റ്റ് കാരണം വരുന്നതാണ്. അപ്പോൾ അത്തരം ത്രെഡ്സിനെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത സെനാരിയോ, ഇൻഡിവിജ്വൽ ബിസിനസ്സിന് അതിൽ വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ബിസിനസ്സിൻ്റെ ഒക്കെ തന്നെ നമുക്ക് മാക്സിമം ഇത്തരം സോട്ട് അനാലിസിസ് നമുക്ക് നടത്തുക. അതിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമുക്ക് എത്രത്തോളം അത് ചെക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അതിനെ ചെക്ക് ചെയ്യുക. ദെൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിലെന്ത് ചെയ്യുക, ഒരു ക്ലാരിഫിക്കേഷൻസും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്ന ഏരിയയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സോട്ട് അനാലിസിസ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ നല്ല കമ്പനീസിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സ്ക്രീനേഴ്സിൻ്റെ സഹായത്തോടുകൂടി കുറച്ചധികം കമ്പനീസ്, എസ്പെഷ്യലി ലാർജ് ക്യാപ് കമ്പനീസിനെ ജസ്റ്റ് എടുത്തിട്ട് സിനാനോ അസ്റ്റിതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു സോട്ട് അനാലിസിസ് ജസ്റ്റ് സ്ക്രീനേഴ്സിൽ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതിന് ശേഷം നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മളിനി പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് PE റേഷ്യോനെ കുറിച്ചിട്ട് മറ്റ് പല സാധനങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സോട്ട് അനാലിസിസിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്സ് മാത്രമല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്സ് ഒക്കെ തന്നെ നമുക്ക് ഈ സോട്ട് അനാലിസിസ്. അപ്പോൾ സോട്ട് അനാലിസിസ് ഒരു കമ്പനിയുടെ നടത്തിയാൽ നിങ്ങൾക്ക് ആ കമ്പനി ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. കാരണം ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്ത് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം അതിൻ്റെ മൊമെൻറ്റം നോക്കിയാൽ മതി. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് മൊമെൻറ്റം കൂടെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ മൊമെൻറ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഷെയറിലേക്ക് ഇത് ചെയ്യാം, എൻട്രി ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് കുറച്ചധികം ഒരു 5-6 കമ്പനീസിനെ എല്ലാ കമ്പനീസിനെയും കുറിച്ചും പഠിക്കാൻ Nifty 50 ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ് ഉണ്ട്. ആ പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ് കാരണം അത് നമ്മൾ കുറേ കൂടുതൽ അതിൽ വർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം നമ്മളൊരു ടൈമിങ്ങിൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ Nifty 50 കമ്പനീസ് ഏതൊക്കെയാണ് നോക്കുക, ആ കമ്പനീസിൻ്റെ സോട്ട് അനാലിസിസ് ചെയ്ത് നോക്കുക. അപ്പോൾ സോട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് റീഡ് ചെയ്യാനൊക്കെ പറ്റും. ആ റീഡ് ചെയ്യുന്ന സമയത്ത് കമ്പനീസിൻ്റെ കുറേ ഇൻഫ്ലോസ് കിട്ടും. ആ ഇൻഫ്ലോയിൽ കുറേ കൺഫ്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ കൺഫ്യൂഷൻസിനെ നോട്ട് ചെയ്ത് വെക്കുക, അതിനെ ഫർദർ ഡീകോഡ് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4-5 ദിവസം എടുത്ത് ചെയ്യുന്ന പ്രോസസ്സ് 1-2 ദിവസം 1-2 മാസം കഴിയുമ്പോൾ 2 days കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെയും മുന്നോട്ടേക്ക് പോകുമ്പോൾ 1 day കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനേക്കാൾ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്നുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ആ ക്വാളിറ്റീസ് ഓഫ് എ മാനേജ്മെൻറ്റ് നമുക്ക് നാളത്തെ ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതൊരു ഫ്രഷ് ഏരിയ എന്നുള്ള രീതിയിൽ നാളത്തെ ഒരു സെഷനിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഇതുവരെയുള്ള ഏരിയാസ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. അതിൻ്റെ പ്രോപ്പർ ഷോർട്ട് നോട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസും ഒക്കെ നടത്തുക. കാരണം ഈ ഏരിയ ഇനി പുറകിലായി പോകരുത്. കാരണം ഇനി അങ്ങോട്ട് നമ്മളൊരു എക്സാമിൻ്റെ ഒരു പ്ലാനും കൂടെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിനി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ എക്സാമിൻ്റെ ഒരു പ്ലാനും കൂടെ എടുത്ത് ഒരു മാക്സിമം ഇതൊന്ന് സ്പീഡാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏരിയാസൊക്കെ കുറച്ചും കൂടെ നാളെ നമുക്ക് പറ്റുവാണെങ്കിൽ ഈ എൻ്റയർ ഏരിയാസ് നമുക്കിത് കവർ ചെയ്ത് തീർക്കാം ഈ ഒരു ചാപ്റ്റർ. ദെൻ അതിന് ശേഷം ഇതുവരെയുള്ള ഏരിയാസ് ഈ വീക്കെൻഡിൽ ഇരുന്നിട്ട് കമ്പനി അനാലിസിസ് കംപ്ലീറ്റ്ലി നോക്കി വയ്ക്കുക. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് കംപ്ലീറ്റ്ലി നോക്കി നോട്ട് പ്രിപ്പയർ ചെയ്ത് ആ നോട്ട് അടുത്ത ദിവസം വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്താൽ റീഡ് ചെയ്ത് നോക്കുക. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റീഡ് ചെയ്ത് നോക്കുക. ഒരു 5-10 മിനിറ്റിൻ്റെ റീഡിങ് മതി. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആ ഒരു പ്രാക്ടീസ് എല്ലാ ചാപ്റ്ററിലും ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിലേക്ക് മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും.